എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇഷ്ടപരമ്പരയുടെ നാളത്തെ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. അങ്ങനെ ഗോമതി ബാലന്റെ വാക്കുകളൊക്കെ കേട്ട് ആകെ തകർന്ന് നിൽക്കുക. ആകാശിനെ ഈ പ്രതിസന്ധികളിൽ നിന്നൊക്കെ എങ്ങനെ രക്ഷിക്കാമെന്ന് ഗോമതിക്കൊട്ട് അറിയത്തുമില്ല. അതുകൊണ്ട് തന്നെ ആകെ ദുഃഖമാണ് കേട്ടോ ഗോമതിക്ക്. അതേസമയം ആകാശാണ് റൂമിൽ കിടന്ന് ഉറങ്ങിപ്പോകും. അപ്പം മീനാക്ഷി ആണെങ്കിൽ ആകാശിന്റെ ഈ അവസ്ഥയെപ്പറ്റിയൊക്കെ ഇങ്ങനെ ചിന്തിക്കുകയാണ്. മീനാക്ഷിക്കും ആകാശിന്റെ അടുത്ത് അത്ര ബോൾഡായിട്ട് സംസാരിച്ചാലും നല്ല സങ്കടമുണ്ട് കേട്ടോ. ഒന്നും എത്താൻ കഴിയാതെ പോയിട്ടുള്ള ആകാശിന്റെ ആ നിസ്സഹായ അവസ്ഥ കാരണമാണ് ആകാശ് ഇന്ന് തൻ്റെ മുന്നിൽ ഈ ഒരു അവസ്ഥയിൽ വന്നത് എന്നൊക്കെ മീനാക്ഷിക്കും തോന്നുവാണ് കേട്ടോ. അപ്പം നേരെ വെളുത്ത് തന്നെ കഴിയുമ്പം സുകന്യാണെങ്കിൽ നേരെ ബാലേട്ടൻ്റെ അടുത്തേക്ക് ചെല്ലുക. അപ്പം ബാലേട്ടനാണെങ്കിൽ കടയിലേക്ക് പോകാൻ ഇറങ്ങുമ്പോഴാണ് സുകന്യ അങ്ങ് ചെല്ലുന്നത്. അപ്പം സുകന്യ പറയും, ബാലേട്ട എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട് എന്ന് ചോദിക്കുക. എന്താ സുകന്യ, എന്താ കാര്യം? ഞാൻ കടയിലേക്ക് ഇറങ്ങിയതായിരുന്നല്ലോ എന്ന് ചോദിക്കുക. ബാലേട്ടൻ കടയിലൊക്കെ പൊക്കോ, ഇത് അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, എൻ്റെ ജീവിതത്തെ തന്നെ ബാധിക്കുന്ന കാര്യമായതുകൊണ്ടാണ് ഞാൻ ബാലേട്ടൻ പോകുന്നതും കാത്തിവിടെ നിന്നത് എന്നൊക്കെ പറയാണ് കേട്ടോ. അപ്പോൾ ഈ സൗണ്ടൊക്കെ കേൾക്കുമ്പം ഗോമതി അങ്ങോട്ട് വരിക. എന്താ സുകന്യ, എന്താ ബാലേട്ടനോട് പറയാനുള്ളത്? അതെനിക്ക് ബാലേട്ടനോടാ ചേച്ചി പറയേണ്ടത്. ഇന്നലെ ആകാശ് വന്ന കോലമൊക്കെ ചേച്ചി കണ്ടതായിരുന്നല്ലോ, ഞാനും കണ്ടു. ഇങ്ങനെ ഒരു മദ്യപിക്കുന്ന ആള് താമസിക്കുന്ന വീട്ടിൽ ജീവിക്കാൻ എനിക്ക് അല്പം ബുദ്ധിമുട്ടുണ്ട്. ആ കാര്യം ഞാനൊന്ന് ബാലേട്ടനെ അറിയിക്കാനായിട്ടാണ് വന്നത് എന്ന് പറയേ. അപ്പോൾ അത് കേൾക്കുമ്പം പെട്ടെന്നാണെങ്കിൽ നമ്മുടെ ഗോമതി പറയും, അതിന് ആകാശ് അങ്ങനെ മദ്യപിക്കുന്ന ആളൊന്നും അല്ല എന്ന് പറയേ. അത് ഞാൻ ഇന്നലെ കണ്ടായിരുന്നല്ലോ. ഗോമതി ചേച്ചി 4 കാലിൽ വന്ന ആകാശിനെ പിടിച്ച് വലിച്ചില്ല റൂമിൽ കൊണ്ടാക്കിയത്. അതൊക്കെ ഞാൻ കണ്ട കാര്യങ്ങളല്ലേ. അങ്ങനെയുള്ളപ്പം എനിക്കറിയാലോ ആകാശിൻ്റെ മദ്യപാനത്തെ പറ്റി. എന്തായാലും ആകാശം കടുത്ത മദ്യപാനിയായിട്ടാ എനിക്ക് മനസ്സിലായ കാര്യമാണ്. അങ്ങനെയുള്ളവർക്കല്ലേ ഇങ്ങനെ വന്ന് കയറാൻ പറ്റുള്ളൂ. ഇങ്ങനെ മദ്യപിച്ച് വന്ന് വീട്ടിൽ ബഹളം ഉണ്ടാക്കുന്ന ഒരാളുടെ കൂടെ ഒന്നും ജീവിക്കാൻ എനിക്ക് പറ്റില്ല. അങ്ങനെയുള്ളൊരു വീട്ടിൽ താമസിക്കുക എന്ന് പറയുന്നതേ എനിക്ക് വളരെ ബുദ്ധിമുട്ടാണ് എന്ന് പറയേ. അപ്പം ബാലൻ പറയും, അതിന് ധർമ്മം മദ്യപിക്കാറൊന്നും ഇല്ലല്ലോ എന്ന് ചോദിക്കാം. ധർമ്മേട്ടനെങ്ങാനും മദ്യപിച്ചാ പിന്നെ ധർമ്മേട്ടൻ്റെ കൂടെ ഞാൻ ജീവിക്കത്ത് പോലും ഇല്ല. ആ കൃഷ്ണമംഗലത്തുള്ളവരൊക്കെ കണ്ടുപിടിക്കുക, അവിടെ ആർക്കും ഈ വക ദുശീലങ്ങളൊന്നുമില്ല. പക്ഷേ ദേവമംഗലത്തു നിന്നുള്ള പേരേ ഉള്ളല്ലേ, ഇവിടെയുള്ളവരുടെ സ്വഭാവമൊക്കെ ഇവിടെ വന്ന് കയറിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എന്നൊക്കെ പറയണം കേട്ടോ. അപ്പോൾ ബാലൻ പറയും, ഒരാളിങ്ങനെ മദ്യപിച്ച് വന്നതും കരുതി സുകന്യ എല്ലാവരും ഇങ്ങനെ അടിച്ചാക്ഷേപിച്ച് സംസാരിക്കുന്നത് ശരിയായിട്ട് എനിക്ക് തോന്നുന്നില്ല എന്ന് പറയട്ടോ. അപ്പൊ സുകന്യ പറയും, അത് ബാലേട്ടൻ പറഞ്ഞത് നേരാ, പക്ഷേ ഇവിടുത്തെ ഉള്ളവരുടെ സ്വഭാവങ്ങളൊക്കെ കണ്ടു കറിഞ്ഞപ്പം എനിക്ക് മനസ്സിലായ കാര്യം ഞാനങ്ങ് തുറന്നു പറഞ്ഞതേ ഉള്ളൂ. എന്തായാലും ആകാശ് ഈ രീതി മദ്യപിച്ച് വരുന്ന ഒരാളായതുകൊണ്ട് തന്നെ ഇങ്ങനെ സ്വഭാവമുള്ള ഒരാളുടെ കൂടെ എനിക്ക് ജീവിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞാൽ പറ്റില്ല എന്നൊക്കെ പറയണം കേട്ടോ. അത് കേട്ടുകൊണ്ടാണ് നമ്മുടെ മീനാക്ഷി അങ്ങോട്ട് വരുന്നത്. അപ്പം മീനാക്ഷി പറയും, എൻ്റെ ആകാശ് അങ്ങനെ സ്ഥിരം മദ്യപിക്കുന്ന ആളൊന്നും അല്ല എന്ന് പറയാം. അതുപോലെ തന്നെ എൻ്റെ ആകാശിനെ പറ്റി ഇങ്ങനെയൊക്കെ പറയാൻ എന്താ അധികാരമാണ് സുഗിനേച്ചിക്കുള്ളത് എന്ന് ചോദിക്കാം. അതിപ്പം ഈ വീട്ടിൽ ഞാനും കൂടി താമസിക്കുന്നുണ്ടല്ലോ. അങ്ങനെയുള്ളപ്പം മദ്യപിച്ച് എപ്പോഴും വരുന്ന ഒരാളുടെ ഉള്ള വീട്ടിൽ ഞാനെങ്ങനെ താമസിക്കും? ഈ മദ്യപിച്ച് നടക്കുന്ന ആൾക്ക് അമ്മയും പെങ്ങളെ ഒന്നും തിരിച്ചറിയണമെന്നില്ല. അതുകൊണ്ട് എൻ്റെ ജീവിതത്തെ കൂടി ബാധിക്കുന്ന കാര്യം ഇത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ഒരാളുള്ള വീട്ടിൽ താമസിക്കണമെന്ന് ഞാൻ ഒന്നും കൂടി ഒന്ന് ആലോചിക്കട്ടെ എന്ന് പറയാം. ദേ സുഗന്യേച്ചി, ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും പറയണ്ട. എൻ്റെ ആകാശം സ്ഥിരമായിട്ട് മദ്യപിച്ച് വരുന്ന ആളുമല്ല. അവന് മാനസികമായിട്ട് അത്രയേറെ വേദന ഉണ്ടായിട്ട് കൊണ്ടാ അവൻ കുടിച്ചിട്ട് വന്നത്. എന്നിട്ട് സുഗന്യേച്ചിയോട് മോശമായിട്ട് പെരുമാറുവോ മിണ്ടുവോ എന്തെങ്കിലും ചെയ്തോ? ഇല്ലല്ലോ, അവൻ നേരെ റൂമിലോട്ടല്ലേ വന്നത് എന്ന് സുഗന്യയോട് നമ്മുടെ മീനാക്ഷി ചോദിക്കുകയാണ് കേട്ടോ. അപ്പം ഇതൊക്കെ കേൾക്കുമ്പോൾ മീനാക്ഷിയുടെ അടുത്തേക്ക് സുകന്യ അങ്ങ് ചെല്ലുക. എന്തായാലും മീനാക്ഷിയിൽ നിന്ന് ഞാൻ ഇത്തരത്തിലുള്ളൊരു പ്രതികരണമല്ല പ്രതീക്ഷിച്ചത്. മറ്റുള്ള പെൺകുട്ടികളെ പോലെ അല്ലല്ലോ. മീനാക്ഷിക്ക് സ്വന്തമായിട്ടൊരു ജോലിയുണ്ട്, അതും നല്ലൊരു ഗവൺമെൻറ് ജോലി തന്നെയുണ്ട്. എന്നിട്ട് പോലും ആകാശിൻ്റെ ഈ വക മദ്യപാനാസക്തിയുള്ള സ്വഭാവത്തെ മീനാക്ഷി പ്രോത്സാഹിപ്പിക്കുവാണോ? പണ്ട് നൂറ്റാണ്ടുകൾക്ക് മുൻപേ ഉള്ള പെണ്ണുങ്ങളുടെ സ്വഭാവമാണല്ലോ മീനാക്ഷിയും കാണിക്കുന്നത് എന്ന് ചോദിക്കുക. ഞാൻ എന്ത് കാണിച്ചെന്നാണ് സുകന്യേച്ചി പറയുന്നത്? പിന്നല്ലാതെ സ്വതന്ത്രമായി കാഴ്ചപ്പാടുകളുള്ള മീനാക്ഷിയെപ്പോൾ ഒരാൾ, അതും ഇൻഡിപെൻഡൻ്റ് ആണ്. അങ്ങനെയുള്ള മീനാക്ഷി ഈ മദ്യപിക്കുന്ന ആകാശിൻ്റെ കൂടെ തന്നെ ഈ ദേവമംഗലത്ത് ജീവിക്കണമെന്ന് പറയുന്നത് എനിക്ക് ആശ്ചര്യം തോന്നുന്ന കാര്യം തന്നെയാണ്. എങ്ങനെ കഴിയുന്നു മീനാക്ഷിക്കൊക്കെ ഇങ്ങനെ ചിന്തിക്കാൻ? ഇന്നത്തെ കാലത്തെ പെൺകുട്ടികളൊന്നും ഇങ്ങനെ കള്ളും കുടിച്ച് ബഹളം ഉണ്ടാക്കി നടക്കുന്ന ഭർത്താക്കന്മാരെ സ്വീകരിക്കത്തുമില്ല. അങ്ങനെയുള്ളവരുടെ കൂടെ ജീവിക്കാനും തയ്യാറാവില്ല. അവർ നേരെ അവരുടെ കാര്യം നോക്കി പോകുള്ളൂ. പക്ഷെ ഇന്നലെ ഇത്രയും മദ്യപിച്ച് വന്ന ആകാശിനെ മീനാക്ഷി ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്ന കാണുമ്പോഴാണ് എനിക്ക് അത്ഭുതം തോന്നുന്നത്. ഒന്നുമല്ലേലും മീനാക്ഷിക്ക് സ്വന്തമായിട്ടൊരു ജോലിയില്ലേ, സ്വന്തമായിട്ട് ജീവിക്കാനുള്ള നിലപാടുകളില്ലേ? അങ്ങനെയുള്ള മീനാക്ഷി കഷ്ടമുണ്ട് ഈ ആകാശിൻ്റെ ഒക്കെ കൂടെ ഇങ്ങനെ ജീവിക്കുന്നതും അവനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നതും എന്നൊക്കെ പറയാം. എന്തായാലും സുഗന്യേച്ചി, എൻ്റെ ആകാശിനെ പറ്റിയോ ഞങ്ങളുടെ ജീവിതത്തെ പറ്റിയോ കൂടുതൽ ചിന്തിച്ച് ബുദ്ധിമുട്ടിക്കേണ്ട കാര്യമില്ല. എൻ്റെ ആകാശിനെ എനിക്ക് എന്തുമാത്രം അവൻ എന്നോട് സ്നേഹമുണ്ടെന്നും ഞങ്ങൾ എങ്ങനെ ജീവിക്കുന്നതെന്നും ഒക്കെ ഞങ്ങൾക്കറിയാം എന്ന്
മീനാക്ഷി പറയും അതാരും ബോധിപ്പിക്കേണ്ട കാര്യമല്ല, പിന്നെ അവനെ ഒരു ആസക്തിയുള്ള ആളെന്നൊന്നും പറഞ്ഞ് ഇത്ര ചീപ്പായിട്ട് സംസാരിക്കേണ്ട കാര്യമില്ല. ഇവിടെ ഞാൻ ഈ കുടുംബത്തിൽ കല്യാണം കഴിച്ച് വന്നതിന് ശേഷം എൻ്റെ ആകാശ് മദ്യപിക്കുന്നത് എത്ര തവണയാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് കൂടുതലൊന്നും അവനെ കുറ്റപ്പെടുത്തി പറയാൻ സുഗന്യേച്ചിക്കും അധികാരമില്ല. ഭാര്യയായ ഞാനിവിടെ നിൽക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് അകത്തേക്ക് കയറി പോവാണ് കേട്ടോ. അത് കേൾക്കുമ്പോഴത്തേക്കും സുഗന്യ പറയും, ഓ അവളുടെ ഒരു അഹങ്കാരം എന്ന് മനസ്സിൽ പറയാം. ഭർത്താവ് കുടിച്ചു വന്നിട്ടും അവൾ എന്തുമാത്രം അവനെ സപ്പോർട്ട് ചെയ്യുന്നേ എന്നൊക്കെ മനസ്സിൽ പറയാൻ കേട്ടോ. അപ്പം ബാലൻ്റെ അടുത്തേക്ക് ചെല്ലുക. ഇത് കണ്ടോ, ഈ മീനാക്ഷിയെ പോലെയുള്ള പെൺകുട്ടികളാണ് ഇന്നത്തെ കാലത്തെ മറ്റു പെൺകുട്ടികൾക്കും കൂടി ശാപം. ഭർത്താവിനെ അടിമയായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഇത്തരത്തിലുള്ള പെൺകുട്ടികളെ കാണുന്നത് തന്നെ എനിക്കിഷ്ടമല്ല എന്നൊക്കെ പറയാൻ കേട്ടോ. അപ്പം ബാലൻ പറയും, സുകന്യ എന്തായാലും കൂടുതൽ ചിന്തിക്കേണ്ട. ഈ വീട്ടിൽ മദ്യപിച്ച് ഇനി ആരും വരാനും പോകുന്നില്ല. ഇവിടെ സുകന്യയ്ക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ ആരും പെരുമാറാനും പോകുന്നില്ല. ഞാൻ ആ ഒരു ഉറപ്പ് തന്നാൽ പോരെ എന്ന് ചോദിക്കുക. അത് മതി ബാലേട്ടാ. ബാലേട്ടൻ പറഞ്ഞ എനിക്ക് വിശ്വാസമാണ്. ബാലേട്ടനാണല്ലോ ഈ വീടിന്റെ ഗ്രഹനാഥൻ. സുഗന്യയ്ക്കും ധർമ്മൻ്റെയും ജീവിതത്തിൽ ഒരു പ്രശ്നവും ആകാശ് കാരണം വരാൻ പോകുന്നില്ല. ആ വാക്ക് ഞാൻ തന്നാൽ പോരെ എന്ന് ചോദിക്കുക. പിന്നെ ഇനി അവൻ മദ്യപിച്ച് ഈ വീട്ടിൽ വരുത്തൂല്ല എന്നും പറഞ്ഞ് ബാലൻ അങ്ങ് ഇറങ്ങി പോവാണ് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് സുഗന്യ ഗോമതിയുടെ അടുത്തേക്ക് സംസാരിച്ചുകൊണ്ട് വരിക. എന്നായാലും ഗോമതി ചേച്ചി ആകാശിനെ സപ്പോർട്ട് ചെയ്യുന്ന പോലെ എനിക്ക് തോന്നി എന്നൊക്കെ പറയേ. അപ്പോൾ പെട്ടെന്ന് ഗോമതി പറയും, എൻ്റെ ആകാശ് അങ്ങനെ സ്ഥിരമായിട്ട് മദ്യപിക്കുന്ന ആളൊന്നുമല്ല. അവൻ്റെ സങ്കടം കാരണം ഇന്നലെ ഒന്ന് കുടിച്ചിട്ട് വന്നതാവും. അവൻ അങ്ങനത്തെ ശീലങ്ങളൊന്നുമില്ല. ഈ കുടുംബത്തിൽ ആരും മദ്യപിക്കാറുമില്ല എന്ന് പറഞ്ഞ് ഗോമതി അങ്ങോട്ട് കയറി പോവാം. അപ്പോൾ സുകന്യ മനസ്സിൽ പറയും, ഹോ മകനെ പറഞ്ഞത് ആർക്കും ഇഷ്ടപ്പെടുന്നില്ലല്ലോ എന്നൊക്കെ പറയണേ. എന്തായാലും ആകാശിന് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. ഇവിടുത്തെ ഈ ബാലേട്ടനുമായിട്ട് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. അതെല്ലാം കണ്ടെത്തണം. അതിൽ നിന്ന് എനിക്ക് എന്തെങ്കിലും ഇവിടെ ചെയ്യാനായിട്ട് സാധിക്കും എന്നൊക്കെ സുകന്യ ഇങ്ങനെ മനസ്സിൽ പറയണേ കേട്ടോ. അതേസമയം സുകന്യയുടെ വർത്താനവും എല്ലാം കേട്ട് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ മീനാക്ഷിക്കും സങ്കടമാവുക. അപ്പം ആകാശാണെങ്കിൽ പുറത്തു പോയി ഇങ്ങനെ നിൽക്കുക. അപ്പോൾ ആകാശിൻ്റെ അടുത്തേക്ക് മീനാക്ഷി ചെല്ലുക. അപ്പം മീനാക്ഷി ചെന്ന് കഴിയുമ്പോൾ ചോദിക്കും, സോറി മീനു, എനിക്ക് ഇന്നലെ ഒട്ടും സങ്കടം സഹിക്കാൻ പറ്റാത്ത ആയതുകൊണ്ടാണ് ഞാൻ ഇന്നലെ കുടിച്ചിട്ട് വന്നത് എന്ന് പറയാം. സങ്കടങ്ങളുള്ളവരെല്ലാം കുടിക്കാൻ തുടങ്ങിയാൽ പിന്നെ ആർക്കും ആകാശം ജീവിക്കാൻ സാധിക്കുക എന്നൊക്കെ മീനാക്ഷി ചോദിക്കുക. ഇപ്പം തന്നെ നീ ഇന്നലെ കുടിച്ചിട്ട് വന്നത് എനിക്ക് ഒത്തിരി സങ്കടം വരുത്തി എന്ന് കരുതി ഞാനും ഇന്ന് പോയി കുടിക്കട്ടെ എന്നൊക്കെ മീനാക്ഷി പറയണം കേട്ടോ. ആ കടയും എനിക്ക് നഷ്ടപ്പെടുന്ന രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. ഒരു കാര്യങ്ങളും നടക്കുന്നില്ല. അതൊക്കെ ഓർത്തിട്ടാ നീ എനിക്ക് ലൈസൻസും തരുന്നില്ലല്ലോ എന്ന് ചോദിക്കുക. ഞാൻ ലൈസൻസ് തരാത്തത് മനഃപൂർവ്വമൊന്നും അല്ലല്ലോ. നീ തന്ന പേപ്പേഴ്സിലെല്ലാം പ്രശ്നമുള്ളത് കൊണ്ടല്ലേ. നീ അതെല്ലാം ശരിയാക്കി തന്നാൽ ഞാൻ നിനക്ക് ലൈസൻസ് തരികയും ചെയ്യാം എന്ന് മീനാക്ഷി പറയാം. എന്ത് പ്രതിസന്ധികളുണ്ടായാലും ഇങ്ങനെ കുടിച്ചിട്ടല്ല അതൊക്കെ പരിഹരിക്കേണ്ടത്. നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകണം. നിന്റെ തെറ്റായ ചില നിലപാടുകളെ ഞാൻ എതിർക്കാറുണ്ടെന്ന് കരുതി ഒരിക്കലും നിന്നെ വേദനിപ്പിക്കുന്ന എന്തെങ്കിലും ഞാൻ ചെയ്യുന്നുണ്ടോ? നീ സന്തോഷത്തോടെ ഇരിക്കണം. നമ്മൾക്ക് സന്തോഷത്തോടെ ജീവിക്കണം. അതാ എൻ്റെ ലക്ഷ്യം. ഞാനുണ്ട് നിൻ്റെ കൂടെ എന്നും പറഞ്ഞ് മീനാക്ഷി ആകാശിന് വാക്ക് കൊടുക്കുകയാണ് കേട്ടോ. അപ്പം മീനുവിൻ്റെ ആ വാക്കുകളൊക്കെ കേൾക്കുമ്പം ആകാശിന് ഒത്തിരി സങ്കടം വരികയാണ്. അവർ രണ്ടുപേരോട് സംസാരിച്ച് അവർക്കിടയിലെ പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്യാം. ഇതൊക്കെയാണ് നാളത്തെ വിശേഷങ്ങൾ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്.